ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ട് ഫാമിലികൾ വന്നിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ തിരിച്ചുപോയി. ഒന്ന് ഷാനവാസിന്റെയും മറ്റൊന്ന് അനീഷിന്റെയും ഫാമിലിയാണ് കടന്നു വന്നത്. പക്ഷേ ബിഗ് ബോസ് ഷാനവാസിനെയും അനീഷിനെയും കൊടുത്തത് ഒരു 8ന്റെ പണിയാണെന്ന് പറയേണ്ടി വരും. അവിടെ ഫാമിലി വന്നു നിൽക്കുന്ന സമയത്ത് ഇവരെ അവിടെ ഗെയിമിന് വിട്ടിട്ട് ആ ഗെയിം കളിച്ച് പൂർത്തിയാക്കിയാൽ മാത്രമേ ഫാമിലിയെ കാണാൻ സാധിക്കുള്ളൂ എന്നാണ് ഷാനവാസിന്റെ അടുത്തും അനീഷിന്റെ അടുത്തും പറഞ്ഞത്. ഷാനവാസിനെ എങ്ങനെയൊക്കെയോ ഗെയിം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷെ അനീഷിനെ കൊണ്ട് അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ മുമ്പും ശ്രദ്ധിച്ചിട്ടുണ്ട്, അനീഷിന് ടെൻഷൻ കയറി കഴിഞ്ഞാൽ അവിടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അനീഷിനെ സാധിക്കില്ല. മൊത്തത്തിൽ തെറ്റിച്ച് കുളമാക്കുന്ന ഒരു ശീലം അനീഷിനുണ്ട്. അക്ബറായിട്ടുള്ള ആ ഒരു ഓർമ്മയില്ലേ, നമ്മുടെ കോഴിയുടെയും മാടിന്റെയും ഒക്കെ ശബ്ദം കേൾപ്പിച്ചിട്ട് അത് ക്രമമായിട്ട് പറയാൻ പറഞ്ഞത്. ടെൻഷൻ കയറിയിട്ട് അനീഷ് എന്തൊക്കെയോ ആണ് അവിടെ കാണിച്ചു കൂട്ടിയത്. അതുപോലെ തന്നെയായിരുന്നു ഇന്നിപ്പോ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഫാമിലിയെ അമ്മയെയും അനീനയോടും കണ്ടതോടുകൂടി പിന്നെ അനീഷിന്റെ മൊത്തം കൺട്രോളും പോയി. കൈയും കാലും ഒക്കെ വിറച്ചിട്ടും ടെൻഷനും കയറിയിട്ട് അനീഷിനെ ഗെയിം പൂർത്തിയാക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ പിന്നെ ഒരുപാട് നേരെടുത്തിട്ട് എങ്ങനെയൊക്കെയോ പൂർത്തിയാക്കി. പക്ഷെ അത് ഫുൾ ശരിയായിരുന്നില്ല. അവസാനം അനീഷ് അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. അമ്മേനെ കണ്ടപ്പോൾ എനിക്ക് കൺട്രോൾ കിട്ടിയില്ല. അമ്മ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് എനിക്ക് പെട്ടെന്ന് കൺട്രോൾ കിട്ടാതായി. പിന്നെ എനിക്ക് ടെൻഷൻ കയറി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് ഫോട്ടോയുടെ ക്ലിപ്പിക്സ് കൊടുത്തിട്ട് ഫോട്ടോകൾ ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു ടാസ്ക് ആയിരുന്നു ആദ്യം കൊടുത്തത്. അത് തന്റെ മാരേജിന്റെ ഫോട്ടോ ആണ്. അപ്പൊ ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ തന്റെ മനസ്സാകെ തകർന്നു. മനസ്സിൽ ഭയങ്കര ടെൻഷനായി. അതുകൊണ്ടാണ് എനിക്കത് ഒട്ടും ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്നുകൂടി അനീഷ് അവിടെ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതും കൂടി ആയിരിക്കാം അനീഷിനെ അത്രയും ടെൻഷനാക്കി ആ ടാസ്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാതിരുന്നത്. ഫാമിലിയൊക്കെ വന്നു, അടിപൊളിയായിരുന്നു. ഷാനവാസിന്റെ മോളൊക്കെ അവിടെ എവിടെ അനീഷേട്ടൻ എവിടെ എന്നാണ് ഫസ്റ്റ് വന്ന വഴിക്ക് ചോദിച്ചത്. അവിടെ ഷാനവാസുമായിട്ട് എപ്പോഴും വഴക്കിടുന്ന ആളായിരുന്നു നെവിനുമായിട്ടുള്ള വിഷയം അറിയാലോ. പക്ഷേ ഷാനവാസിന്റെ മോള് ഏറ്റവും കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്തത് നിവിന്റെ കൂടെയാണ്. അവിടെ ആരോടും ഒരു വിരോധമോ പ്രശ്നമോ ഒന്നുമില്ലാതെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവര് എല്ലാവരോടും പെരുമാറുന്നതൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇതിന് മോള് ആ അച്ഛനോടുള്ള സ്നേഹം അല്ലെങ്കിൽ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടുള്ള സ്നേഹമൊക്കെ കാണിക്കുന്നത് ഒരു പ്രത്യേക രസം തന്നെ ഉണ്ടായിരുന്നു ലൈവില് കാണാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ അനീഷിന്റെ അമ്മ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, മുമ്പ് എങ്ങനെ കളിച്ചോ അതുപോലെ തന്നെ തുടർന്നും കളിക്കണം എന്നൊരു ഹിന്റ് അമ്മ കൊടുത്തിട്ടാണ് അനീഷിന്റെ അടുത്ത് പോയത്. അപ്പൊ പലരും പറയുന്നുണ്ട് ഷാനവാസ് ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. തുടക്കത്തിൽ ഒറ്റയ്ക്കല്ലേ കളിച്ചത്, അതുപോലെ ഇപ്പോഴും ഒറ്റയ്ക്ക് കളിക്ക് എന്നാണ് അമ്മ ഉദ്ദേശിച്ചത് എന്നൊക്കെ കുറെ പേരെങ്കിലും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അമ്മ തെളിച്ചു പറഞ്ഞില്ല. അമ്മ പറഞ്ഞത് മുമ്പ് എങ്ങനെ ഗെയിം കളിച്ചു അതുപോലെ തന്നെ തുടർന്നും ഗെയിം കളിക്കണം എന്നാണ്. അപ്പോ ഇപ്പോഴത്തെ ഗെയിം ഒന്ന് മാറ്റി പിടിക്കാൻ ഉദ്ദേശിച്ചു എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു മുമ്പത്തെ ഗെയിം, അനീഷിന്റെ മുമ്പത്തെ ഫസ്റ്റത്തെ വീക്കിലത്തെ ഒരു ഗെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ വെറുപ്പിക്കുന്ന ഒരു ഗെയിമായിരുന്നു. പിന്നീട് ഇങ്ങോട്ടാണ് അനീഷിനെ എല്ലാവരും ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഫസ്റ്റത്തെ ഗെയിമിലോട്ട് അനീഷ് തിരിച്ചു പോകണം എന്ന് പറഞ്ഞതിനോട് എനിക്കെന്തോ അത്ര യോജിപ്പ് തോന്നിയില്ല. ഇപ്പൊ ഗെയിം നന്നായിട്ട് തന്നെ അനീഷ് ഗെയിം കളിക്കുന്നുണ്ട്. ഷാനവാസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരോടും ആ ഗെയിം കളിക്കാനായിട്ട് അനീഷ് മുതിരുന്നുണ്ട്, നന്നായി ഗെയിം കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി അവിടെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിന്റെയും അനീഷിന്റെയും കോംബോ ഭയങ്കര ഇഷ്ടമാണ് എന്നൊരു കാര്യവും പറയുന്നുണ്ടായിരുന്നു. അപ്പോ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അമ്മ ഷാനവാസുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്നാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെയുള്ള മൊത്തത്തിലൊരു ചിന്ത നമുക്കും വരും, കൺഫ്യൂഷൻ വരും. പക്ഷെ കുഴപ്പമില്ലാതെ രണ്ട് ഫാമിലിയും വന്ന് അവിടുന്ന് പോയി. ഇനി വരാനായിട്ട് പോകുന്നത് ബിന്നിയുടെ ഫാമിലിയാണ്. ബിന്നിയുടെ ഫാമിലിയിൽ നിന്ന് ബിന്നിയുടെ ഹസ്ബൻഡ് ആണ് വരുന്നത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെയാണ് നമുക്ക് പ്രമോയില് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. അതിനുശേഷം ഇപ്പൊ നോമിനേഷൻ ആണ് നടന്നത്. നോമിനേഷനിൽ അവിടെ 5 പേര് നോമിനേഷനിൽ വന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. 5 പേര് എന്ന് പറയുന്നത് അനീഷ് വന്നിട്ടില്ല, ഷാനവാസ് വന്നിട്ടില്ല, ആര്യൻ വന്നിട്ടില്ല. അപ്പൊ ഇതുവരെയുള്ള നോമിനേഷനിൽ ആദ്യമായിട്ട് നോമിനേഷനിൽ ഇല്ലാതിരിക്കുന്ന ഒരു വീക്കാണ് ഇതെന്ന് ആര്യം പറയുന്നുണ്ട്. അയ്യോ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യം ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അക്ബർ വന്നിട്ടില്ല. ഇവര് 4 പേരെയും ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല, നോമിനേഷനിൽ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ബിന്നി ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടില്ല. പിന്നെ ഈ ബിന്നിക്ക് ഓൾറെഡി നോമിനേഷൻ മുക്തി എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി കാർഡ് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ ഓൾറെഡി ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കാർഡിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് അത് ആർക്കെങ്കിലും കൊടുക്കണമോ എന്ന് ബിഗ് ബോസ് അവിടെ ചോദിച്ചു. പക്ഷെ ബിന്നി അവിടെ ആർക്കും ഞാൻ കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഇമ്മ്യൂണിറ്റി കാർഡ് റദ്ദായി പോയി. നെക്സ്റ്റ് വീക്കിലേക്കും ഞാൻ കൊടുക്കുന്നാണ് വിചാരിച്ചത്, പക്ഷെ നെക്സ്റ്റ് വീക്കിലേക്ക് കൊടുക്കുന്നില്ല. ഈ ഒരാഴ്ച മാത്രം അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞു. ബിന്നി അത് ആർക്കും കൊടുത്തില്ല. അല്ലെങ്കിൽ അത് ഫേവറിസം ആവും, അല്ലെങ്കിൽ ഗ്രൂപ്പ് കളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
ഇവിടെ വിഷയം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി ഇമ്മ്യൂണിറ്റി കാർഡ് റദ്ദാക്കുകയാണ് ചെയ്തത്. അവിടെ ഇമ്മ്യൂണിറ്റി ആർക്കും ലഭിച്ചില്ല. 5 പേര് അങ്ങനെ നോമിനേഷനിൽ വന്നിട്ടില്ല, ബാക്കി എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് ലക്ഷ്മിക്കാണ്. പിന്നെ 2 വോട്ടുകളുമായിട്ടാണ് സാബുമാൻ നോമിനേഷനിൽ വന്നിട്ടുള്ളത്. കഷ്ടം തോന്നിപ്പോയിട്ടോ. സാബുവിനൊന്നും അവിടെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. ആ വീട്ടിലെ സാബുമാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടോ എന്ന് നമ്മൾ തപ്പേണ്ട അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു മത്സരാർത്ഥിനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പോലും നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത് ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കറക്റ്റ് 2 വോട്ടുള്ളത് കൊണ്ടാണ് സാബുമാൻ നോമിനേഷനിൽ വന്നത്. എങ്ങാനും ഒന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയും സാബുമാൻ നോമിനേഷനിൽ വരാതെ രക്ഷപ്പെട്ടേനെ. ഇപ്പൊ നോമിനേഷനിൽ വന്നതില് ഇപ്പൊ ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒനീലാണെന്ന് പറയേണ്ടി വരും. സാബുമാനെ അത്യാവശ്യം പിആറും അത്യാവശ്യം വോട്ടും എന്തൊക്കെയോ കൊണ്ട് സിമ്പതി വോട്ടോ എന്താന്ന് എനിക്കറിയില്ല ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തവണ അവിടെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 2 വ്യക്തികൾ ഒന്ന് ഒനീലും ഒന്ന് സാബുമാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ആദിലും നൂറയും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആദിലയ്ക്കും പ്രശ്നമാണ് എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ട്. അപ്പൊ ആരാണ് പോകുന്നതെന്ന് കണ്ടറിയാം. അപ്പൊ ഈ ഒരു കാര്യം അപ്പൊ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസിലെ ആരും പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഫാമിലി വീക്ക് നടത്തണം എന്നുള്ളതായിരുന്നു തോന്നുന്നു ബിഗ് ബോസിന്റെ പ്ലാനിങ്. കാരണം ആദിലയും നൂറയും ഇവിടെ വേണം ഫാമിലി വീക്കിൽ എന്ന് ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയും നൂറയും അവിടെ ഉള്ള സമയത്ത് ഫാമിലികളെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടന്റ് ആയിരിക്കും. അവർ 2 ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആ കണ്ടന്റ് മിസ്സാക്കാനായിട്ട് ബിഗ് ബോസിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ഇത്രയും നേരത്തെ ഫാമിലി വീക്ക് നടത്തിയതെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ 11-12 ആഴ്ചയിലൊക്കെ നടത്തേണ്ട ഫാമിലി വീക്കാണ് ഇത്രയും മുന്നേ 60 ദിവസം പോലും തികയുന്നതിന് മുമ്പാണ് ഫാമിലി വീക്ക്. സാധാരണ ഇപ്പൊ ഇവരുടെ ഇടയിൽ മര്യാദയ്ക്ക് നല്ലൊരു ഗെയിം പോലും നടക്കുന്നില്ല. അപ്പൊ ഫാമിലികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന് ഇവർക്ക് ഗെയിമിനെ കുറിച്ച് ഒരു ഐഡിയ കൊടുക്കുകയും അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഗെയിം തീർന്നു. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ ഇവർ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ഇവർ ഗെയിം കളിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാധാരണ ഗെയിം ഒക്കെ ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് ഫാമിലികളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഫാമിലികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കാര്യമായിട്ടുള്ള ഗെയിമും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ നൈസായിട്ട് അങ്ങ് മുന്നോട്ട് പോവാ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെയാണ് ഫാമിലികളെ കടത്തിവിടുന്നത്. അപ്പൊ ഫാമിലികളിൽ നിന്ന് അത്യാവശ്യം ഹിന്റും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെങ്ങനെ ഗെയിം കളിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഇവിടെ ഓൾറെഡി ഗെയിം ഇല്ലാതെ നിൽക്കുന്ന മത്സരാർത്ഥികൾ ഫാമിലി വീക്ക് കഴിയുന്നതോടുകൂടി എന്താവും, ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ നന്നാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗുണമില്ലാത്ത ഇതായി തീരാനും ചാൻസ് ഉണ്ട്, സീസൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബെറ്റർ സീസൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വളരെ മോശം സീസൺ ആണ്. എനിക്ക് അത്രയ്ക്ക് താല്പര്യം ഈ സീസണിനോട് തോന്നിയിട്ടില്ല. നല്ല മത്സരാർത്ഥികൾ ഇല്ലാത്തൊരു സീസൺ തന്നെയാണെന്നാണ് ഞാൻ പറയാം. വളരെ ചുരുക്കം പേര്, കയ്യിലെണ്ണാവുന്ന വളരെ ചുരുക്കം പേരാണ് അവിടെ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ കളിക്കുന്ന മത്സരാർത്ഥികളുള്ളൂ. ബാക്കി എല്ലാവരും അങ്ങനെ ഗെയിമിനോട് അത്ര താല്പര്യമില്ലാത്ത മത്സരാർത്ഥികൾ അല്ലെങ്കിൽ ഗെയിം സീരിയസ് ആയിട്ട് എടുക്കാത്ത മത്സരാർത്ഥികളാണെന്ന് പറയേണ്ടി വരും. പിന്നെ നമ്മുടെ ഷാനവാസ് അനു ഒക്കെ ഭയങ്കര കൂട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇത്തവണ ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അനുമോള് നല്ല പിള്ള ചമയുന്നു, പല കാര്യങ്ങളും അനുമോള് എല്ലാം സെറ്റ് കൂടി നിന്ന് ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നിലില്ലേ, എനിക്കൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല പിള്ള ചമയുന്ന ശീലം അനുമോൾക്കുണ്ട്. അതിപ്പോ 1 അല്ല 2 അല്ല പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണ് ഷാനവാസ് അനുമോളെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ബിഗ് ബോസ് വീട്ടിലേക്ക് ഈ ആഴ്ച മുഴുവൻ ഫാമിലികൾ എത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് ടാസ്കുകളും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. അവിടെ കാര്യമായിട്ടുള്ള കണ്ടന്റ് പോലും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇനിയിപ്പോ അവർക്കിടയിൽ വഴക്ക് പോലും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഫാമിലികൾ വരുന്ന സമയമായതുകൊണ്ട് ഇപ്പൊ ആകപ്പാട് കൂടിയുള്ള മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡടി മാത്രമാണ്. ഫാമിലികൾ വരുമ്പോൾ ഇഷ്ടപ്രകാരം ഫുഡ് കൊണ്ടുവരുന്നുണ്ടല്ലോ, അപ്പൊ ആ ഒരു ഫുഡടി മാത്രമാണ് ഇനി അവിടെ നടക്കാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇനി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇനി ഇതിന് ഫാമിലികൾ വന്നു പോയതിനു ശേഷം കണ്ടന്റുകൾ ഉണ്ടാവുമോ എന്നുള്ളതും കണ്ടറിയാം.